മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. നിഫ്റ്റി 7950 മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് വ്യാഴാഴ്ച ദിവസം വ്യാപാരം അവസാനിക്കുന്നത്. വെള്ളിയാഴ്ച മാർക്കറ്റില്ല. അപ്പോൾ തിങ്കളാഴ്ചയും വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് വിപണിയിലുള്ളവർ കാണുന്നത്. വിപണിയെക്കുറിച്ച് സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, തീർച്ചയായും തിങ്കളാഴ്ച ദിവസം പുതിയ എഫ്&ഒ സീരീസ് തുടങ്ങുകയാണ്. ഓഗസ്റ്റ് സീരീസ് വലിയ പരിക്കുകളില്ലാതെ വളരെ മികച്ച രീതിയിൽ കടന്നുപോയി. പക്ഷേ 1-ാം തീയതി തന്നെയാണ് സുപ്രീം കോടതി ഒരുപക്ഷെ കൽക്കരിപ്പാടത്തിന്റെ കേസിൽ അന്തിമ വിധി വരുന്നത്. അപ്പോൾ അതൊരു കുഴപ്പമാകാനും ഈ പാർട്ടിയെ സ്പോയിൽ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ അടുത്ത മൂവ് എന്ന് പറയുന്നത് സുപ്രീം കോടതിന്റെ വെർഡിക്റ്റിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും. എന്തായാലും ജനറലി അത്ര അനുകൂലമല്ല എന്നുള്ള തീരുമാനം തന്നെയാണ് വരുന്നത്. പക്ഷെ മാർക്കറ്റ് അതിനോട് ഡിസ്കൗണ്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചെറിയ ഇമ്പാക്ട് മാത്രമേ, അങ്ങനെ ഒരു വിധി പ്രതികൂലമാണെങ്കിൽ തന്നെ വലിയൊരു ഇമ്പാക്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില കമ്പനികളിൽ ഒരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ജനറൽ ആയിട്ട് മാർക്കറ്റിന്റെ മൊമെന്റം ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. വലിയൊരു ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിനുള്ള റീസൺസ് ഒന്നും കാണുന്നില്ല. പ്രധാനമന്ത്രിയുടെ കീഴിൽ പുതിയ ഭരണം 100 ദിവസം പിന്നിടുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾ, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇതുവരെ ചെയ്ത അനാലിസിസ് ഒക്കെ നടക്കുന്നു. ഒരു സൈഡിൽ പുതിയ പ്രഖ്യാപനങ്ങളും ഒരുപക്ഷെ വന്നേക്കും. അടുത്ത എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വലിയ ഗെയിം ചേഞ്ചറായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായും ആസൂത്രണ കമ്മീഷന്റെ ഒരു അഭാവമാണ്. പക്ഷേ അത് പറയുമ്പോഴും ആസൂത്രണ കമ്മീഷൻ ഇനി ഇല്ല എന്ന് ഓഗസ്റ്റ് 15 അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇത്രയും ദിവസമായിട്ടും അതിനുള്ള പദ്ധതികൾ അണിയറയിൽ ഉണ്ടാവും. പക്ഷെ അതിന് വ്യക്തമായൊരു പ്ലാൻ ഈ വിലപ്പെട്ട ഈ ദിവസങ്ങളിൽ വന്നില്ല എന്നത് ഒരല്പം നെഗറ്റീവ് അല്ലേ? അല്ല, അത് പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഇത് വലിയൊരു വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അതിൻ്റെ ഒരു ടൈം ഫ്രെയിം ആവശ്യമാണ്. കാരണം പ്രത്യേകിച്ചും ഈ മിനിസ്ട്രി കാര്യങ്ങൾ പഠിച്ചു വരുന്നു. ഇപ്പം 100 ദിവസം പിന്നിടുന്നു. അതിനുള്ളിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ നമുക്കറിയാം. റെയിൽവേയിൽ FDI വരുന്നു, പല ഡിഫൻസിൽ FDI വരുന്നു. അങ്ങനെ കുറേയധികം തീരുമാനങ്ങൾ ഈ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ആസൂത്രണ കമ്മീഷനെ സംബന്ധിച്ച് അതിന് പകരമായി വെക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. പലപ്പോഴും മോഡി നമുക്കറിയാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വളരെ വെൽ സ്റ്റഡീഡ് ആണ്. അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ പേഷ്യൻസ് ആ ഒരു കാര്യത്തിൽ കാണിക്കുന്നതായിരിക്കും. കാരണം ഓഗസ്റ്റ് 15 ഇത് പ്രഖ്യാപിക്കുമ്പോൾ പകരം സംവിധാനം ഒരാഴ്ചയ്ക്കുള്ളിൽ അത് പ്രവർത്തനം തുടങ്ങും. അല്ലെങ്കിൽ അതിന് ഏറെ താങ്കൾ സൂചിപ്പിച്ച പോലെ സങ്കീർണതകളുണ്ട്. എങ്കിൽ പോലും അത് ഉടൻ തന്നെ അതിൻ്റെക്കുള്ള സുരേഷ് പ്രഭു, ശിവസേന നേതാവ്, അദ്ദേഹത്തെ പോലെ ഒരാൾ വരുമായിരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആരാണ് ഇതിന്റെ ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും ഒരു വ്യക്തത, ഒരുപക്ഷെ അത് വരുമായിരിക്കും വരും ദിവസങ്ങളിൽ. മറ്റൊന്ന്, ഇപ്പോൾ ഈ 100 ദിവസത്തോടനുബന്ധിച്ച് വിവിധ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ 10 കൊല്ലം കൊണ്ട് 1 ലക്ഷം പോയിന്റ് സെൻസെക്സ് വരും, 5 വർഷം കൊണ്ട് 50,000-ന് മുകളിലേക്ക് സെൻസെക്സ് നീങ്ങും എന്ന തരത്തിലുള്ള വാർത്തകൾ എല്ലാം വരുന്നുണ്ട്. ധാരാളം നോയ്സുകൾ. നമ്മൾ പറയുന്ന പോലെ ഈ ഒരു ബുൾ മാർക്കറ്റിന്റെ മൾട്ടി ഇയർ ബുൾ റണ്ണിന്റെ തുടക്കം വരുമ്പോഴേക്കും പെന്നി സ്റ്റോക്സ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ, 1 രൂപയുടെ സ്റ്റോക്ക് 5 രൂപയാവുന്നു. അതിലേക്ക് വാങ്ങാനുള്ള ഈയാമ്പാറ്റകളെ പോലെ കുറെ നിക്ഷേപകർ വരുന്നു. ഈ ഇത്തരം നോയ്സുകളോട് എന്താണ് പറയാനുള്ളത്? അല്ല, നോയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സനൽ പറഞ്ഞ പോലെ 1 രൂപയുടെ ഷെയർ 5 രൂപ 10 രൂപയിലേക്ക് വരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല. മാർക്കറ്റ് ഇപ്പോഴും റൈഡ് സംഭവിച്ചിരിക്കുന്ന ആ ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ തന്നെയാണ്. എക്കണോമിക് സിറ്റുവേഷനിൽ കാര്യമായ ചേഞ്ച് സംഭവിക്കണം. കാരണം ഒരു ബുൾ റൈഡ് കഴിഞ്ഞ 2008 ശേഷം നമുക്കറിയാം, 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മാർക്കറ്റ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് വന്നു. ഇക്കണോമിക് സിറ്റുവേഷനിൽ ടോട്ടൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായിട്ടും ഒരു മൾട്ടി ഇയർ ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അതിനുള്ള എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനും ഗ്ലോബൽ സിറ്റുവേഷനും അതിന് അനുകൂലമായി തന്നെയാണ് പോകുന്നത്. അപ്പോൾ മോഡി എഫക്റ്റീവായിട്ടുള്ള ചില സ്റ്റെപ്പ് എടുക്കുന്നു. അത് കഴിഞ്ഞ 100 ദിവസം കൊണ്ട് തന്നെ വളരെയധികം സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. അതിനോട് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഫണ്ടമെന്റൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുമ്പോൾ എപ്പോഴും ഫണ്ടമെന്റൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ന്യൂസിനും ടിപ്സിനും പുറകെ പോകാതിരിക്കുക. ഓരോ ബുൾ റൈഡിലും വളരെയധികം പെന്നി സ്റ്റോക്സുകളും നമുക്ക് ഫണ്ടമെന്റലി ശക്തമല്ലാത്ത സ്റ്റോക്കുകളൊക്കെ തന്നെ ഈ ഒരു റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാരണം ഒരു മണി ഡ്രിവൺ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ബുൾ റൈഡിൽ വരിക. ഹ്യൂജ് ഫണ്ട് ഫ്ലോ മാർക്കറ്റിലേക്ക് വരികയും അത് ഒരു സമയത്ത് സ്റ്റോക്ക് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ വരിക. അപ്പോൾ ഉള്ള സ്റ്റോക്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ബൈയിങ് നടക്കുകയും നമ്മൾ കണ്ടു. IT ബൂം വന്ന സമയത്ത് IT സെക്ടറിൽ ഇല്ലാത്ത കമ്പനികൾ പോലും വളരെ ഷാർപ്പായിട്ടുള്ള റൈഡ് സംഭവിച്ചു. അതൊക്കെ നിക്ഷേപകർ തിരിച്ചറിഞ്ഞു വരുമ്പോഴത്തേക്കും
മാർക്കറ്റ് വലിയൊരു സെൽ ഓഫിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു ബുൾ റൈഡ് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റേഴ്സ് വളരെയധികം വെൽ സ്റ്റഡീഡ് ആണ് മാർക്കറ്റിനെ കുറിച്ചൊക്കെ. ഒരിക്കലും 2000-ലോ 2007-ലെ റൈഡിന് ശേഷം 98-ലെ റൈഡിന് ശേഷം ഇൻവെസ്റ്റേഴ്സ് വളരെയധികം പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2008 വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റോക്കൊന്നും ആ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ദെൻ 2014-15 വരാൻ പോകുന്ന റൈഡിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോവുക. വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ് ഇൻവെസ്റ്റേഴ്സ്. ഇനി അതുപോലെ ട്രാപ്പിലൊന്നും ഇൻവെസ്റ്റേഴ്സ് വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കൂടുതലായിട്ടും ഈ ഫണ്ടമെന്റൽസിനും അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ടെക്നിക്കൽസ് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വെൽ സ്റ്റഡീഡ് ആണ് ഇൻവെസ്റ്റേഴ്സ്. അതുകൊണ്ട് ഒരു ട്രാപ്പിലൊന്നും ഇൻവെസ്റ്റേഴ്സ് വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് ഇൻഡിവിജ്വൽ സ്ക്രിപ്പ് നോക്കുകയാണെങ്കിൽ MCX നമുക്കറിയാം, അതിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും തീരുന്നു. അത് ഒരു കാലത്ത് വലിയ വിപണിയുടെ ഡാർലിംഗ് ആയിരുന്ന ഓഹരിയായിരുന്നു. അതിനുശേഷം NSEL സ്കാം വരികയും അതിനെ തുടർന്ന് ജിഗ്നേഷ് ഷാ അറസ്റ്റിലായി. എന്തായാലും ഫിനാൻഷ്യൽ ടെക്നോളജീസ് ഇതിന്റെ മാതൃ കമ്പനി അതിന്റെ അകത്തുണ്ടായിരുന്ന MCX-ലുണ്ടായിരുന്ന അവശേഷിക്കുന്ന 5% ഷെയർ കൂടി കഴിഞ്ഞ ബുധനാഴ്ച വിറ്റ് മാറി. FTIL-ന്റെ സാന്നിധ്യം തന്നെ തീരെയില്ല. ഇനിയിപ്പോൾ കോട്ടക് മഹീന്ദ്ര ആയിരിക്കും അത് മാനേജ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ഒപ്പം ഇനിയും ചിക്കാഗോ മെർക്കന്റൈൽ എക്സ്ചേഞ്ചിന്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിന് ഈ കോട്ടക് മഹീന്ദ്രയോ രാകേഷ് ജുൻജുൻവാലയോ ഓഹരികൾ വിൽക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. പക്ഷേ വ്യാഴാഴ്ച ദിവസം മാർക്കറ്റിൽ അത് വലിയ രീതിയിലൊന്നും മുന്നേറിയതിനു ശേഷം ക്ലോസ് ചെയ്തത് താഴത്ത് വന്നിട്ടാണ്. ഈ ലെവൽ വളരെ അഭികാമ്യമാണോ എന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും 840 ലെവലിലാണ് ക്ലോസിങ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ നല്ലൊരു മാനേജ്മെന്റ് കൈകളിലേക്ക്, പ്രത്യേകിച്ചും കോട്ടക് പോലെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് ഈ കമ്പനി പോകുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇപ്പോഴത്തെ ലെവൽ പോലും 840 അല്ലെങ്കിൽ 800 എന്ന് പറയുന്ന ലെവൽ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. ഒരു 760 ആണ് ഒരു മേജർ സെൽ ഓഫ്, മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ ഒരു 760 ലെവൽ വരെ. അപ്പോൾ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 840ക്ക് മേടിക്കുക എന്നുള്ളതല്ല, ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. എനിക്കൊന്ന് ഓവർ എ പീരീഡ് ഓഫ് 1 ഇയർ ചിലപ്പോൾ 2000 ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഉണ്ട്. കാരണം വളരെ റോങ് ആയിട്ടുള്ളൊരു മാനേജ്മെന്റിന്റെ കയ്യിലായിരുന്നു ഈ കമ്പനി നിലനിന്നിരുന്നത്. വളരെ എഫിഷ്യന്റും എഫക്റ്റീവുമായിട്ടുള്ള കോട്ടക് പോലെയുള്ള കരങ്ങളിലേക്ക് ഈ കമ്പനി പോകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾക്ക് സത്യം കമ്പ്യൂട്ടറൊക്കെ നമ്മുടെ മുന്നിലുള്ള എക്സാമ്പിൾ, വളരെ നല്ല കരങ്ങളിലേക്ക് ഈ സ്റ്റോക്ക് പോകുമ്പോൾ അതിന് നല്ലൊരു റൈഡിനുള്ള സാധ്യത, വളരെയധികം സ്കോപ്പുള്ളൊരു സെക്ടറാണ് എക്സ്ചേഞ്ച്, നമുക്കറിയാം. അപ്പോൾ അത് വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ആ സ്റ്റോക്കിന് ഇപ്പോഴും ഉണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ഒരാളുടെ ചോദ്യം അദ്ദേഹം കത്തിൽ അയച്ച അതാണ്. PM രാധാകൃഷ്ണൻ തൃശ്ശൂരിൽ നിന്നാണ്. അദ്ദേഹം മാർക്കറ്റ് വാച്ച് കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഹരികൾ 1300 ഓഹരി, 10 ലക്ഷം രൂപയാണ് മൊത്തം ഉള്ളത്. അതിൽ ചില കാര്യങ്ങളിലാണ് സംശയം. ഇതൊന്ന് മാറ്റണം, ഈ സ്റ്റോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ബോംബെ ഡൈയിങ് ഉണ്ട്, 80 രൂപയ്ക്ക് വാങ്ങിയതാണ്, 1300 ഷെയർ ഉണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് 24 എണ്ണം, 2520 രൂപ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ കാര്യം. റിലയൻസ് ഉണ്ട്, 1130 രൂപ. GVK പവർ 1500 എണ്ണം, 35 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പിന്നീടുള്ള ഓഹരികളെല്ലാം നമ്മൾ താങ്കളുടെ ഫേവറേറ്റ് സ്റ്റോക്സ് ആയ ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, L&T, ഡോക്ടർ റെഡ്ഡീസ്, SBI, ICC ബാങ്ക് തുടങ്ങിയവയാണെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ യുണൈറ്റഡ് സ്പിരിറ്റ് കുറച്ച് നെഗറ്റീവ് നിലനിൽക്കുന്നു. ആ സ്റ്റോക്ക് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോഴത്തെ ലെവൽ, കറണ്ട് ലെവൽ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഒരു റൈഡിനുള്ള ഈ നിഫ്റ്റിയുടെ റാലി അല്ലെങ്കിൽ സെൻസെക്സിന്റെ റാലിയിൽ തീർച്ചയായിട്ടും റിലയൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പോഴും ഡിസ്കൗണ്ട് വാല്യൂലാണ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. GVK മൊമെന്റം പോസിറ്റീവാണ്. GVK സ്റ്റോക്കും GVK എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്പിരിറ്റ് മാത്രമാണ് ഫോർ ടൈം ബീങ് ചെറിയ നെഗറ്റീവ് നിലനിൽക്കുന്നത്. ബാക്കി ഇപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും L&T, റിലയൻസ് പോലുള്ള സ്റ്റോക്കൊക്കെ തന്നെ, അതുപോലെ ഏഷ്യൻ പെയിന്റ്സ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ സ്റ്റോക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റിൽ ദീപാവലിക്ക് മുമ്പ് ചിലപ്പോൾ ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കാം. അതൊക്കെ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ ദീപാവലിയോട് കൂടി വീണ്ടും മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കും. അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ, ഡിസംബറിന് മുമ്പ് വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കാം. അപ്പോൾ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു അടുത്ത ഡിസംബറിന് മുമ്പ് മാർക്കറ്റിൽ 2 കറക്ഷൻ സംഭവിക്കാനും 2 വലിയ റാലി സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. ബാൻഡ് ഒന്ന് ദീപാവലിക്ക് മുമ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ റൈഡിന് ശേഷം മാർക്കറ്റ് ഒരു കറക്ഷൻ ആവശ്യമാണ്. കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും വരും. അതിനുള്ള റീസൺസ് ഗ്ലോബലി തന്നെ വരാം, അല്ലെ ഇന്ത്യൻ എക്കണോമിയിൽ തന്നെ വരാം. അത് സംഭവിക്കും. അതിനുശേഷമായിരിക്കും ഈ നമ്മുടെ ദീപാവലിയിലേക്കുള്ള ഒരു റൈഡ് സംഭവിക്കും.
അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ റൈഡ് 8200 ലെവലിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ദെൻ വീണ്ടും 7550 600 എന്ന് പറയുന്ന ലെവൽ, ഇപ്പോഴത്തെ ലെവലിൽ അത് വരാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ദെൻ ആ ലെവൽ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ്. എന്തായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് 500 പോയിന്റിന്റെ ഒരു ബാൻഡ് തീർച്ചയായിട്ടും ഒരു 7500 to 8200 എന്ന് പറയുന്ന ആ ഫ്രെയിമിനുള്ളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. പക്ഷെ പലരും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നോയ്സ് ആയിരിക്കാം, ഡിസംബർ ആകുമ്പോഴേക്കും ഇന്ന ലെവൽ പോകും, മാർച്ച് ആകുമ്പോൾ, ഇതൊക്കെ നിക്ഷേപകൻ പരിഗണിക്കണോ? അല്ല, അത് തീർച്ചയായിട്ടും നമുക്കിതെല്ലാം ന്യൂസ് ആണല്ലോ. അപ്പോൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് ആയതുകൊണ്ട് ഒന്നും തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഒരു ബയറും ഒരു സെല്ലറും ഉണ്ട്, രണ്ട് വ്യൂ. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സനൽ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ് മാർക്കറ്റിൽ. അത് മാത്രമാണ് കാരണം നമ്മൾ എപ്പോഴും പറയുന്ന എക്കണോമിക് സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന ചെറിയ ചേഞ്ചസ് ഗ്ലോബലി തന്നെ, ദെൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ചേഞ്ച്, ഇത് രണ്ടും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. അതുകൊണ്ട് പഴയതുപോലെ മാർക്കറ്റ് വൺ സൈഡ് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതെ, ഡൗൺ സൈഡ് റിസ്ക് മാർക്കറ്റിൽ കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ കമ്പനികളൊക്കെ ബെറ്റർ റിസൾട്ട്, അടുത്തൊരു ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ഒക്കെ വളരെ ബെറ്റർ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ബെറ്റർ റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ അത് മാർക്കറ്റ് പുതിയ മാനത്തിലേക്ക്, പുതിയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ശനിദശ കമ്പനികളെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നും അതിങ്ങനെ ഹോണ്ട് ചെയ്യുന്നതാണ് ചെറിയ ന്യൂസൊക്കെ ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോളിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ എഫ് ഡിയിൽ വന്നിരിക്കുന്ന സ്കാം ഇപ്പം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ എൻക്വയറി, അതൊക്കെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കിനെ സംബന്ധിച്ച് കുറച്ച് നെഗറ്റീവ് തന്നെയാണ്. അതൊക്കെ വീണ്ടും 1000 crore ഒരു സ്കാം ആണെന്നാണ് പറയപ്പെടുന്നത്. വിജയ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് പോലെയുള്ള ചില ആ ബാങ്കിലെ ഒഫീഷ്യൽസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ചില മൂവ് നടക്കുന്നു എന്നൊക്കെ നമ്മൾ അതൊക്കെയാണ് ബാങ്കിങ് സെക്ടർ ഇപ്പോൾ പെർഫോം ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ അതിന്റെ കുറച്ചുകൂടെ മോശം രീതിയിലേക്ക് ഈ ന്യൂസൊക്കെ വരികയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പല PSU ബാങ്കുകളുടെയും മേധാവികളെ നിയമിച്ചത് പണം വാങ്ങിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ആ കാര്യങ്ങളിൽ പോലും പുതിയൊരു മേഖല കണ്ടെത്തുകയാണ്. ഈ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവിൽ താഴെ വരുന്ന ഓഹരികൾ, എന്തായാലും ബാങ്കാണ്, അതിന് പ്രത്യേകിച്ച് വേറെ മോശമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ വിജയ ബാങ്ക് അല്ലെങ്കിൽ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് തുടങ്ങിയവ കറക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇടിവിലേക്ക് നീങ്ങിയാൽ ഇതൊക്കെ വാങ്ങാവുന്നതാണ്. ഇതിപ്പോൾ എക്കണോമിക് ഒഫൻസ് വിങ് ഇതിന്റെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ക്ലാരിറ്റി, ആ ന്യൂസ് വരുന്തോറും ഈ കമ്പനികളിലൊക്കെ തന്നെ, ഈ ബാങ്കിങ് സ്റ്റോക്കിലൊക്കെ തന്നെ കറക്ഷൻ സംഭവിക്കാം. പക്ഷെ സനൽ പറഞ്ഞതുപോലെ അതൊക്കെ ബാങ്കിങ് സ്റ്റോക്കാണ്. അതിൽ ഏറ്റവും നല്ല ബാങ്കുകൾ ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. കാരണം ഇതൊക്കെ ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് കഴിയുന്നതോടുകൂടി വീണ്ടും ബാങ്കിങ് സെക്ടർ തന്നെ വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ, ബാങ്കിങ് ഇല്ലാതെ ഇന്ത്യക്കാണെങ്കിൽ നിലനിൽക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. കറണ്ട് ലെവലിൽ ഒരു സ്കാം ഉണ്ട് എന്നുള്ളൊരു ന്യൂസ്, അതാണ് എക്കണോമിക് ഒഫൻസ് വിങ് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അതിനെതിരെ എഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ന്യൂസ് ക്ലാരിറ്റി വന്നതിന് ശേഷമായിരിക്കാം ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കാലത്തേക്കൊന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഗഫൂർ ദുബായിൽ നിന്നും, അദ്ദേഹം റിലയൻസ് കമ്മ്യൂണിക്കേഷൻ 153 എണ്ണം 150 രൂപയ്ക്ക് വാങ്ങി, 3500 എണ്ണം ഉണ്ട്. റിലയൻസ് ക്യാപിറ്റൽ ബൈ റേറ്റ് 550, സെയിൽ 83 രൂപ 2000 എണ്ണം ഉണ്ട്. ജിൻഡാൽ സ്റ്റീൽ 290 രൂപ. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ഈ പ്രശ്നത്തിൽ വന്ന സ്റ്റോക്ക് ആയിരിക്കാം. ONGC ബൈ റേറ്റ് 390. ഇതിൽ ജിൻഡാൽ സ്റ്റീൽ മാത്രമാണ് കുറച്ച് റിസ്ക് നിലനിൽക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഫെയർ ആണ്. എന്തായാലും മൺഡേ വിധി പ്രതികൂലമാണെങ്കിൽ ചെറിയൊരു കറക്ഷൻ കൂടെ സംഭവിക്കാം. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് 1 year ഇത് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ വാല്യൂ ആണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 220 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്, ദെൻ 200. അപ്പം മൺഡേ ഇതിൻ്റെ ഒരു വെർഡിക്റ്റിൻ്റെ റിസൾട്ടിന് ശേഷം ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ ജിൻഡാൽ സ്റ്റീൽ അദ്ദേഹം 300 ലെവലാണ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാവുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഫർദർ ഒന്നുകൂടെ ഇതിന്റെ ക്ലാരിറ്റി വന്ന ഒന്നുകിൽ 220 അല്ലെങ്കിൽ 200 ലെവൽ ഈ സ്റ്റോക്ക് ഒന്നുകൂടെ ആവറേജ് ചെയ്യുക. 280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരിക്കലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലെവലിലേക്ക് ഇനി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ആർകോം ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 111, 104 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 104 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 135 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്.
ദെൻ റിലയൻസ് ക്യാപിറ്റൽ അദ്ദേഹത്തിന്റെ ബൈയിങ് ലെവൽ 550 ആണ്. എനിക്കൊന്ന് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം. ദെൻ 530 ആൻഡ് 490 രണ്ട് ഇമ്മീഡിയറ്റ് രണ്ട് സപ്പോർട്ട് ലെവലാണ്. 590 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സെയിൽ അഗെയിൻ വളരെ ഒരു ഡിസ്കൗണ്ട് വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ നെഗറ്റീവ് ഈ ഒരു വീക്കിൽ വന്നിരുന്നു. അതിന്റെ റിഫ്ലക്ഷൻ ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. 80 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. ദെൻ 74 എനിക്ക് തോന്നുന്നു 74 ലെവലിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ 74 ലെവലിലേക്ക് പോവുകയുള്ളൂ. ഒരു ഫെയർ വാല്യൂ 80 ലെവൽ ഒരു ഫെയർ വാല്യൂ തന്നെയാണ്. 91 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ ONGC ആണ്. ONGC വളരെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 420, 390 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 420 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 390 ലെവൽ തീർച്ചയായിട്ടും ബിലോ 400 ONGC ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഈ ഒരു റാലി ചിലപ്പോൾ 460 വരെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ജിൻഡാൽ സ്റ്റീലിന് മാത്രമാണ് ഒരു ചെറിയ നെഗറ്റീവ് നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ വാല്യൂ ആണ്. അതുകൊണ്ട് ആ സ്റ്റോക്കിൽ അഗൈൻ ഇദ്ദേഹം ഒന്ന് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ ബൈയിങ് ലെവൽ 290 ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്റ്റോക്കിന്റെ അടുത്തൊരു കറക്ഷനോട് കൂടി ആ സ്റ്റോക്കിൽ ഒരു ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. ബാക്കി സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. അരുൺ പൈ അദ്ദേഹത്തിന്റെ ചോദ്യം, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ഹിൻഡാൽക്കോയൊക്കെ ഇടിവ് വന്നപ്പോൾ വാങ്ങി 161 രൂപയ്ക്ക്. കൽക്കരിപ്പാടത്തിന്റെ പ്രശ്നത്തിൽ ഹിൻഡാൽക്കോ ഇടിഞ്ഞ ദിവസമായിരിക്കും വാങ്ങിയത്. SSLT 274 രൂപയ്ക്ക്. ടാറ്റ പവർ 88, അതും ആ ഇടിഞ്ഞ ദിവസമാണ് വാങ്ങിയിരിക്കുന്നത്. സീമെൻസ് 808 രൂപ. ഷാലിമാർ പെയിന്റ്സ് 90 രൂപ. ഇവിടെ അദ്ദേഹത്തിന്റെ 3 മാസത്തേക്ക് അദ്ദേഹം ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ SSLTയും ഷാലിമാർ പെയിന്റ്സും ഇതൊക്കെ കൂടുതൽ അറിയില്ല എങ്കിൽ പോലും ഈ ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ SSLT എനിക്ക് തോന്നുന്നു IT കമ്പനിയാണ്. വിപ്രോയോ അല്ലെങ്കിൽ ഇൻഫോസിസോ TCSോ ഒക്കെ ഉള്ളപ്പോൾ ഇത്തരം കമ്പനികളിലേക്ക് എന്തിനാണ് ആളുകൾ? ഇതിന്റെ വാല്യുവേഷൻ ആണ്. കാരണം നമ്മളിപ്പോൾ ഇൻഫോസിസ് മേടിക്കണമെങ്കിൽ 3500 റുപ്പീസ് കൊടുക്കണം. ഇതെനിക്കൊന്ന് ഹെക്സാവെയറിലേക്ക് മാറുന്നതായിരിക്കും. ഹെക്സാവെയർ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അങ്ങനെയുള്ള സ്റ്റോക്ക് കുറച്ചും കൂടെ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അതെ. ഇപ്പം ഷാലിമാർ പെയിന്റ് അതിന്റെ വാല്യുവേഷൻ ഒരു ഡിസ്കൗണ്ട് വാല്യൂ ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന് ഹിൻഡാൽക്കോ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോൾ കോൾ ഇഷ്യൂവിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് ഈ സ്റ്റോക്കിൽ വന്നിരുന്നു. അഗൈൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 160 ആണ് അഗൈൻ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ 190 ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്കിൽ വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. എനിക്കൊന്ന് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ 190 ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ടാറ്റ പവർ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. കാരണം അതും ചെറിയൊരു ഇഷ്യൂ പവർ സെക്ടറിലും ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് നിലനിൽക്കുന്നു. 85 ആൻഡ് 78 ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ അഡ്വൈസബിൾ ആണ്. ടാറ്റ പവർ ഒരു 1 ഇയർ ടൈം ഫ്രെയിമോട് കൂടി സ്റ്റോക്ക് ഒരു 150 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ബിലോ 100 ആയിട്ടുള്ള സ്റ്റോക്കാണ്. ടാറ്റ പവർ ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ അഡ്വൈസബിൾ ആണ്. 85 ആൻഡ് 78 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ സീമൻസ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 750 ആൻഡ് 670 വരണമെങ്കിൽ മാർക്കറ്റിൽ അനദർ ഒരു വലിയൊരു ഡ്രോപ്പ് സംഭവിക്കുകയാണെങ്കിൽ 670 ലെവലിലേക്ക് വരാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഏറ്റവും വലിയൊരു വാല്യൂ ബൈ ലെവലായിട്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുക. 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിലെല്ലാം ഷാലിമാർ പെയിന്റ്സ് 90 ആൻഡ് 80 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 110 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ ഹിൻഡാൽക്കോ, ടാറ്റ പവർ, സീമൻസ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ ഒരു ഫെയർ വാല്യൂയിലേക്ക് വരികയാണ്. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ LIC ഹൗസിംഗ് ഫൈനാൻസ്, IDFC വളരെ ഫെയർ വാല്യൂയിൽ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൾട്ടി ബാഗർ ചാൻസ് തീർച്ചയായിട്ടും ഇങ്ങനെ അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ വാല്യുവേഷൻ ഫെയർ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഷാലിമാർ പെയിന്റ്സ് അല്ലെങ്കിൽ SSLT വാല്യുവേഷൻ ഫെയർ ആണെങ്കിൽ പ്രൈസ് ഏർണിംഗ്സ് മൾട്ടിപ്പിൾ ഇപ്പോൾ ഈ റേഷ്യോ ഉയർന്നു നിൽക്കുന്ന ഇപ്പോൾ ഏഷ്യൻ പെയിന്റ്സോ അല്ലെങ്കിൽ ഇൻഫോസിസോ TCSോ വാങ്ങാതെ ഒരു വ്യക്തി വാല്യുവേഷൻ ഫെയർ മാത്രം നോക്കി പോയാൽ അദ്ദേഹത്തിന് 3 മാസം കഴിഞ്ഞുള്ള റിട്ടേണും ഒരുപക്ഷെ സനൽ ഇതിൽ നമ്മൾ ഒരിക്കലും ഫണ്ടമെന്റൽ അല്ലെങ്കിൽ അതിന്റെ വാല്യുവേഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സപ്പോർട്ട് കൂടി ഇതിനകത്ത് വേണം. അതല്ലെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിലെ മൂവ് എന്ന് പറയുന്ന പല ഓപ്പറേറ്റർ ഉണ്ട്, അതിനകത്ത് പല ഫയേഴ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് തന്നെ നമ്മളുടെ ഐയും പോകുന്നതായിരിക്കും നല്ലത്. കാരണം എത്ര ഫണ്ടമെന്റലി സൗണ്ട് ആണെങ്കിലും
ഒരു ഫണ്ട് ഫ്ലോ ഈ സ്റ്റോക്കിലേക്ക് വന്നില്ലെങ്കിൽ സ്റ്റോക്കിന് മൂവ്മെന്റ് ഇപ്പോൾ സൂചിപ്പിച്ച LIC ഹൗസിംഗ് ഫിനാൻസ്, IDBI, ഇത് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ വലിപ്പത്തിലേക്ക് വളരും എന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിപ്പത്തിലേക്ക് വളരാൻ പറ്റിയ പക്ഷെ പൊതുവെ നിക്ഷേപകർക്ക് ഇത്, പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇത്രയും ഇടിഞ്ഞു. ഇപ്പോൾ സുസ്ലോൺ ഞാൻ ഓർക്കുന്നു, അത് ഇടിഞ്ഞിടിഞ്ഞ് വലിയ രീതിയിൽ താഴെ വന്നു. അല്ലെങ്കിൽ യൂണിടെക് പോലെയുള്ള കമ്പനികൾ വരുമ്പോൾ ഇതെല്ലാം 10-20 മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ ജീവിക്ക പവർ, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും ഒരു സത്യസന്ധമായിട്ട് ഒരു വലിയൊരു വാല്യൂ ക്രിയേഷനിലേക്ക് യഥാർത്ഥത്തിൽ പോവില്ല എന്ന കാര്യവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം മറ്റു കമ്പനികൾ അതെ 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 അവിടെ സനൽ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എത്രയോ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് പോകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം 2000 അല്ലെങ്കിൽ 2005 ശേഷം ഇന്ന് എല്ലാ കമ്പനികളെ കുറിച്ചും, അപ്പോൾ ഇന്റർനെറ്റിന്റെ തന്നെയാണ് ഒരു അത് വളരെ അധികം ഓരോ ഇൻവെസ്റ്റർക്കും ഓരോ കമ്പനിയെക്കുറിച്ചും വളരെ നന്നായി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയധികം എഡ്യൂക്കേറ്റഡ് ആണ് ഇൻവെസ്റ്റേഴ്സ്. ഞാൻ നേരത്തെ പറയാനുള്ള റീസൺ അത് തന്നെയാണ്. അപ്പോൾ നല്ല സ്റ്റോക്കിന്റെ പുറകെ പോവുക എന്നുള്ളതാണ്. വാല്യൂ കുറഞ്ഞതല്ല, പക്ഷേ നല്ല വാല്യൂ ഉള്ള നല്ല മാനേജ്മെന്റിന്റെ പാർട്ടായി മാറുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നന്ദി ഭുവനേന്ദ്രൻ. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വില താഴുന്നതല്ല ഒരു ഓഹരി വാങ്ങുന്നതിന്റെ മാനദണ്ഡം. മുൻനിര ഓഹരികൾ അല്പം വില ഉയർന്നു നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ വാങ്ങിയാൽ പോലും തിരികെ അത് ആ വിലയിലേക്ക് അത് പിന്നീട് ഇടിഞ്ഞാൽ പോലും അത് തിരികെ ശക്തമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചില പെന്നി സ്റ്റോക്സ് പോലെയുള്ള അല്ലെങ്കിൽ അത്ര ഗുണമില്ലാത്ത സ്റ്റോക്കുകളിൽ വാങ്ങിയാൽ ഒരുപക്ഷെ അത് ഇടിഞ്ഞ് താഴേക്ക് പോയാൽ തിരിച്ചുവരവിന് കൂടുതൽ കാലതാമസം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നിക്ഷേപകർ കൂടുതലായി ഇനിയും ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.